നമുക്ക് കവായി ചാനൽ സപ്ലൈസ് ഉണ്ടാക്കിയാലോ? ആസ് യൂഷ്വൽ ഇത് കുറച്ച് മുമ്പ് വന്നൊരു റിക്വസ്റ്റാണേ. ഫസ്റ്റ് നമ്മൾ കവായി ലേബിൾസ് ആണ് ഉണ്ടാക്കുന്നത്. പിൻട്രസ്റ്റ് ഇൻസ്പോ ആക്കി എടുത്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് മേലോട്ട് ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാർക്കേഴ്സോ സ്കെച്ച് പെൻസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ 5 മിനിറ്റിൽ താഴെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ എന്താ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് ജേർണൽസൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ബിക്കോസ് അതിൽ ഞാൻ കുറച്ചധികം ജേർണൽ ഐഡിയാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രഷ് പെൻസാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈവൻ ഒരു 10 റുപ്പീസിൻ്റെ വാക്സ് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് വരെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് എൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാൻ ഞാനത് ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം കേട്ടോ. കയ്യിൽ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഓഡിയോ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നത്. അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക. ഞാനിവിടെ വൈറ്റ് ബോർഡറൊന്നും കാണിക്കാതെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കവായി പോൾറോയിഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാനിവിടെ ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് വരച്ച് നോക്കുന്നുണ്ട്. എനിക്കെന്തോ അതത്ര ഇഷ്ടമായില്ല. ഞാൻ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ പെന്ന് വെച്ചിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പെയിൻറ്റ് ചെയ്യുന്നതും ഈ ഔട്ട്ലൈൻ ചെയ്യുന്നതൊക്കെ എന്ത് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ഭയങ്കര ലാഗ് അടിക്കേണ്ട വെച്ചിട്ട് ഈ ഒരു പോൾറോയിഡ്സ് കട്ട് ചെയ്യുന്ന ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എങ്ങനെ ക്യൂട്ടല്ലേ? എനിക്ക് ജേർണൽ സപ്ലൈസിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ഒരു സർക്കിൾ സ്റ്റിക്കേഴ്സ്. ബട്ട് ഞാനിവിടെ റിക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ. സിമ്പിൾ ഡിസൈൻസ് ആണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പറിൽ ഇതുപോലെ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ആൻഡ് ഫൈനലി മൈ മോസ്റ്റ് വെയ്റ്റഡ് പാർട്ട് ഇസ് ഹിയർ. വേറെ ഒന്നല്ല, കവായി സ്റ്റാമ്പ്സ് ആണ്. എനിക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ ക്യൂട്ടായിട്ടുള്ള സ്റ്റാമ്പ്സ്. ആൻഡ് ഞാൻ കുറച്ച് സിക്സാക് സിസേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ചല്ല, ഒരു സിക്സാക് സിസേഴ്സ് അബൌട്ട് 25 അല്ലെങ്കിൽ 35 റുപ്പീസ് ആയിരുന്നു പ്രൈസ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് എടുക്കുന്നത് ഈ ഒരു ബ്രഷ് പെൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് നോർമൽ പെന്നൊക്കെ വെച്ച് ഔട്ട്ലൈൻ ചെയ്യാം. ഇഷ്ടപ്പെട്ട ഡിസൈൻസ് വരച്ചു കൊടുക്കാം, പെയിൻറ്റ് ചെയ്യാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ സിക്സാക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ സിസേഴ്സ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ചെയ്യുന്നതും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. കവായി ഗേൾസ് അല്ലാതെ ഇന്ന് കവായി സ്റ്റിക്കേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു 4 കവായി ഗേൾസിനെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഒരു ഗേളിനെ ഞാൻ ലാസ്റ്റ് ക്ലിപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പെൻ വെച്ച് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റ് ഒന്ന് ഇൻസ്പയർ എടുത്തതാണ്. ആൻഡ് ഇവിടെ ഞാൻ കളർ ചെയ്യാനായിട്ട് ബ്രഷ് പെൻസും അതുപോലെ ഈ ഒരു 10 രൂപയുടെ ഈ ഒരു ഡോംസിൻ്റെ വാക്സ് ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമുക്ക് വാക്സ് ക്രയോൺസൊക്കെ യൂസ് ചെയ്തിട്ടും ചെയ്യാമെന്ന്. ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നത് കുറച്ച് ബോർഡർ കാണിച്ചിട്ടാണ്. എങ്കിലായിരിക്കും ഈ ഒരു സ്റ്റിക്കറിന് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവുക. ഈ ഒരു കവായി ഗേൾസിനെ കട്ട് ചെയ്യുന്നത് എന്തോ എനിക്കത്ര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ കവായി ഗേൾസ്? എൻ്റെ രണ്ടാമത്തെ ആൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്യൂട്ട് കവായി വാഷി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇതിന് വാഷി സ്റ്റിക്കേഴ്സ് തന്നെയാണ് തോന്നുന്നു പറയുന്നത്. ഞാൻ അധികം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ പിൻട്രസ്റ്റിൽ ഒരു സ്ഥലത്ത് എങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു പേര് കണ്ടിട്ടുള്ളത്. കുറച്ച് ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ലാസ്റ്റ് വണ്ണെ കണ്ടപ്പോൾ എനിക്ക് ബാൻഡേജ് പോലെയാണ് തോന്നിയിട്ടുണ്ടേനെ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പാറ്റേൺ പേപ്പേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ടേനും. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിന് എനിക്ക് തോന്നുന്നു അധികം ബോർഡർ ഇല്ലാതെ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗിയെന്ന്. അപ്പോൾ ഞാൻ അധികവും അടുപ്പിച്ച് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ കട്ട് ചെയ്യണം, എന്ത് വരക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വാഷി സ്റ്റിക്കേഴ്സ്. ഫൈനലി കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട.